ഇവിടെ മത്സരിക്കുന്ന ശ്രീ കെ സുരേന്ദ്രൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നത് കണ്ടു. അദ്ദേഹം ജയിക്കുമെന്ന്. നിങ്ങൾ ആ പത്രസമ്മേളനം എടുത്ത് നോക്കണം. സിദ്ദിഖ് ശ്രദ്ധിച്ചോന്നറിയില്ല. ആ പത്രസമ്മേളനത്തിൽ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് തൊട്ടടുത്തിരിക്കുക. ഞാൻ നോക്കുമ്പോൾ അയാൾ ചിരിക്കുക. ഏത് തൊട്ടടുത്തിരുന്ന് സ്ഥാനാർത്ഥി സീരിയസ് ആയിട്ട് പറയുന്നത് ജയിക്കുമെന്ന് പറയുമ്പോൾ അവരുടെ ജില്ലാ പ്രസിഡന്റ് അടുത്ത് കൂടി ചിരിക്കുക. ഇതാ അവസ്ഥ. ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനുഷ്യനെന്നല്ല, ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരു ജീവിയെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ആകെ ഈ ഹൈവേകളിലൊക്കെ ഉള്ള ഒരു പച്ചത്തവളയും. അതെ, അത് ഞാൻ പറഞ്ഞു. ഹൈവേയിലൊക്കെ ഉള്ള ഒരു പച്ചത്തവളയുണ്ട്. ഈ പച്ചത്തവളയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വലിയ ടോറസിന്റെ ലോറി വരുമ്പോ ഈ തവള ഇങ്ങനെ റോട്ടുമേലേക്ക് കയറിയിരിക്കും. എന്നിട്ട് ഈ തവള ടോറസ് ഓടിക്കുന്ന ലോറിയുടെ ഡ്രൈവറുടെ നോട്ടുമുണ്ട്, നീ അടുത്തോട്ട് വന്ന് ഇപ്പൊ ഞാനിത് മറിച്ചിട്ട് വിടാം. അടുത്തേക്ക് വന്നെന്താ സംഭവിക്കുക? ഇതിങ്ങനെ പീസ് പീസായി ചിക്കിപ്പോകും എന്ന് പറയുന്നത് പോലെയാ. ആരെ തോൽപ്പിക്കുമെന്നാ പറയുന്നത്? രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമെന്നാ പറയുന്നത്. കെട്ടിവെച്ച കാശ് പോലും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന് ഈ വയനാട് ജില്ലയിൽ നിന്ന് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ആരോടാണ്? രാഹുൽ ഗാന്ധിയോടാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തോടാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുക്കുവാൻ കഴിഞ്ഞോ അതിന്റെ ഇരട്ടി ഭൂരിപക്ഷം അത് കൊടുത്ത 5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആളുകളും ഇവിടേക്ക് വരുന്നത്. അതല്ലാതെ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കണമെന്ന് വയനാട്ടിൽ വന്ന് നിങ്ങളോട് പറയുന്ന കാര്യമുണ്ടോ? ഇല്ല. അത് ഇവിടുത്തെ ജനം തിരിച്ചറിഞ്ഞു വെച്ചിരിക്കുക. ഇവിടുത്തെ ആ ആനി രാജയ്ക്കും സുരേന്ദ്രനും വയനാട്ടിൽ വോട്ടില്ലാത്തത് ഭാഗ്യം. അവർ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, കെ സുരേന്ദ്രനും ആനി രാജയും വരെ വോട്ട് ചെയ്യുക അത് നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കായിരിക്കാൻ. കാരണം കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു, അല്ലേ? MP കാണാനില്ലായിരുന്നു. ആരെ പറ്റി പറയുക? രാഹുൽ ഗാന്ധിയെ പറ്റി. ഈ രാജ്യത്തിന്റെ നേതാവിനെ, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ നേതാവിനെ, ഈ രാജ്യത്തെ മതേതര വിശ്വാസികളുടെ നേതാവിനെ, ഈ രാജ്യത്തെ ഭരണഘടനാപരമായി ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരുടെ നേതാവിനെ വയനാട്ടിൽ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുമ്പോൾ ഇവരോടൊക്കെ നമ്മൾ എന്ത് പറയാനാണ്? വയനാട്ടിലെ ജനതയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ സാമീപ്യം ഏതൊരു അവശതകളിലും ആവശ്യങ്ങളിലും ഇല്ലാതിരുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങൾക്ക് പറയാനുണ്ടോ? ഈ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ, ഈ നാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോ, ഈ നാട്ടിൽ കാട്ടുമൃഗങ്ങളുടെ നാട്ടിലിറങ്ങിയുള്ള അക്രമം ഉണ്ടായപ്പോ നമുക്ക് താങ്ങായി ചേർത്ത് പിടിക്കാനുണ്ടായിരുന്ന മനുഷ്യന്റെ പേര് പിണറായി വിജയൻ എന്നോ നരേന്ദ്രമോദി എന്നോ അല്ലാതെ സാക്ഷാൽ രാഹുൽ ഗാന്ധി എന്ന